നമസ്കാരം, എല്ലാവർക്കും ഷോർട്ട് കട്ട് PSCയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 2 ഇന്നലെ നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ ഓരോന്നും ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ C ആണ്, ലാഹോർ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്ഷൻ B ആണ്, ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം? ഓപ്ഷൻ D, മലബാർ. നാലാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ B, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS ആണ് രചിച്ചത്. അഞ്ചാമത്തത്, ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ A, ആര്യ സമാജം. 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? ഉത്തരം നവഷേവ. ക്വസ്റ്റ്യൻ നമ്പർ 7, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന വായിക്കാം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം. ഇതിൽ ഓപ്ഷൻ A, ഒന്നാമത്തെയാണ് ശരി. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഒന്നാമത്തെ നേപ്പാൾ, രണ്ടാമത്തെ ബംഗ്ലാദേശ്, മൂന്നാമത്തെ അഫ്ഗാനിസ്ഥാൻ, നാലാമത്തെ ഭൂട്ടാൻ. ഇതിൽ ഓപ്ഷൻ C ആണ്, 2 മാത്രം ശരി. ബംഗ്ലാദേശാണ് ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം? 97°25 കിഴക്കാണ്. ഓപ്ഷൻ A ആണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? ഓപ്ഷൻ D, സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം? ഓപ്ഷൻ D ആണ്. മൂന്നാമത്തെയും ഒന്നാമത്തെയാണ് ആൻസർ. മൂന്നാമത്തത് സർദാർ സരോവർ ഡാം, ഒന്നാമത്തത് ഫക്രാനങ്കൽ ഡാം. അപ്പോൾ ഫക്രാനങ്കൽ ഡാമും സർദാർ സരോവർ ഡാമുമാണ് ഇന്ത്യ അടച്ചത്. 12ാമത്തത്, കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? ഓപ്ഷൻ D, ജീവനം. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ A, J.A. ഷുംപീറ്റർ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ഓപ്ഷൻ B, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഓപ്ഷൻ C, സർക്കാർ ജീവനക്കാർ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വച്ചത്? ഓപ്ഷൻ A, ബ്രൺലാൻഡ് കമ്മീഷനാണ്. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് ഓപ്ഷൻ D ആണ്, മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. 19, ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരജഡ അപ്പറാവു. ഓപ്ഷൻ A ആണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ C ആണ്, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. ചോദ്യം 22, സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ A, ആമുഖം.
സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഇ ഗവേൺസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ്? 23-ാമത്തെ ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാമിൻ്റെ ആണ് ആൻസർ. 24 ചേരുംപടി ചേർക്കുക. അതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ പറയുന്നത്. അതിൽ ഒന്നാമത്തെ സി ആണ് യൂണിയൻ ലിസ്റ്റ് സെൻസസ്. രണ്ടാമത്തെ ഡി ആണ് സംസ്ഥാന ലിസ്റ്റ് ജയിലുകൾ. മൂന്നാമത്തെ എ കൺകറന്റ് ലിസ്റ്റ് വനം. നാലാമത്തെ ബി അവശിഷ്ട അധികാരം സൈബർ നിയമങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെ? 25 ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏത്? ഓപ്ഷൻ സി അന്ത്യോദയ അന്നയോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. എല്ലാം തെറ്റാണ്. ഈ പ്രസ്താവനകളെല്ലാം രാജ്യസഭയുമായി ബന്ധപ്പെട്ട് തെറ്റാണ്. MGNREGA പൂർണ്ണ രൂപം എന്ത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെയാണ് തെറ്റ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിന് അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. സുരക്ഷാ നയം ഏതിന്റെ മുദ്രാവാക്യമാണ്? KSDMA. ഈ 32-ാമത്തെ ചോദ്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നു. 34 ക്രിസ്പർ Cas9 സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ഇതെല്ലാം മുകളിൽ പറഞ്ഞതെല്ലാം പ്രയോജനങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിന്റെയും അസുഖത്തിന്റെയും ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബണുകളാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത്? ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്? ഓപ്ഷൻ എ 5.6-ൽ താഴെയാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഓപ്ഷൻ സി 3-ാം ചലന നിയമം. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഓപ്ഷൻ എ ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം? ഓപ്ഷൻ ബി ആണ് 0 m/s². 45 ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈനയാണ്. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരിവിൽ മോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 47-ാമത്തെ ചോദ്യം. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മോളാണ്. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരാണ് അതിപൂരിത ലായനി. ഓപ്ഷൻ എ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഓപ്ഷൻ എ അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി അസ്റ്റലിൻ. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ടൂൾ ഏത്? ഓപ്ഷൻ സി ആൽഫ ഫോൾഡ്.
2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ്. 1 പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയാട്ടം. 53. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ ഡി ആണ്. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം? ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർത്തെഴുതുക. ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ ഡി നിരീശ്വരൻ BJ ജെയിംസ്. രണ്ടാമത്തെ മീശ S ഹരീഷ്. മൂന്നാമത്തെ ലണ്ടൻ ബത്തിരിൽ ലുത്തീനകൾ. ഓപ്ഷൻ ഇ NS മാധവൻ. നാലാമത്തെ സമ്പർക്ക ക്രാന്തി. ഓപ്ഷൻ എ വി ഷിനിലാൽ. കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി? ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ്? ഓപ്ഷൻ സി ആണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. താഴെ പറയുന്നവയിൽ ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ആണ്. ഡാഷ് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹ്യ മാധ്യമമാണ്? ഡയാസ്പൊറ. 62. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ്? ഓപ്ഷൻ ഡി ഡീപ് സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ സി അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഓപ്ഷൻ ബി 1 മാത്രം. സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. 3. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. 4-ാമത്തെ 338 അനുച്ഛേദം. ഗാർഹിക പീഡന നിയമത്തിൽ 12-ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഓപ്ഷൻ ബി. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം? ഓപ്ഷൻ സി. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്? ഓപ്ഷൻ എ. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിന്റെ S2D രക്ഷിതാവ്? സി. ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം, അത് അടുത്ത മാത്സ് ആണ്, ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെന്റിമീറ്ററും 8 മീറ്റർ 25 സെന്റിമീറ്ററുമാണ്. തറയിൽ ചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിന്റെ സാധ്യമായ ഏറ്റവും വലിയ വലുപ്പം കണ്ടെത്തുക. ഓപ്ഷൻ ബി. 72-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 73 ഓപ്ഷൻ എ. 74 ഓപ്ഷൻ സി. 75 ഓപ്ഷൻ ഡി. 76 ഓപ്ഷൻ സി. 77 ഓപ്ഷൻ എ. 78 ഓപ്ഷൻ ബി. 79 ഓപ്ഷൻ ഡി. 80 ഓപ്ഷൻ ഡി. 81 ഓപ്ഷൻ സി. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം? ഓപ്ഷൻ സി ആണ് ലാഫിംഗ്. ചോദ്യം 82. ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു? ഓപ്ഷൻ എ വിൽ ബൈ. 83 ഓപ്ഷൻ ബി ആണ് ആൻസർ. 84 ഓപ്ഷൻ ഡി. 85 ബിബിലിയോഫൈൽ. ഓപ്ഷൻ എ ആണ്. 86 ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ് VACUUM വാക്യൂം. 86 സി. 87 ബി. 88 ഡി. 89 എ. 90 സി. 91 സി. താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? സ്നുഷ. 92 ബി. 93 ഡി. 94 ഡി. 95 ഭരതവാക്യം ചൊല്ലുക ആൻസർ, അതായത് അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. 96 പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പര പ്ലസ് ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം? ഓപ്ഷൻ എ ആണ് ബഹിർമുഖൻ. 98 പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ? ഓപ്ഷൻ ബി ആളറിഞ്ഞ് ദാനം നൽകണം. ക്വസ്റ്റ്യൻ നമ്പർ 99. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? കപോലം തലയോട്ടിത് തെറ്റാണ്.
100ാമത്തേത് തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. PSC പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സിലബസിലുള്ളൊരു ഏകദേശം പോർഷൻസ്, അതായത് എല്ലാ സബ്ജക്റ്റിൽ നിന്നും കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നാളെ മുതൽ മുമ്പ് കഴിഞ്ഞ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും വർക്കൗട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്